മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോയ്ക്ക് അപകടം പറ്റിയ അതേ സ്ഥലത്ത് നമ്മുടെ ദേവി മുത്തശ്ശി എത്തുന്നുണ്ട്. അങ്ങനെ ദേവി മുത്തശ്ശി അവിടെ വന്ന് നോക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ദേവി മുത്തശ്ശി സമ്മാനമായി നൽകിയ ആ വേൽ മാർക്കോയുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. അപകടം പറ്റിയ സമയത്ത് ചിലപ്പം പോക്കറ്റിൽ നിന്ന് തെറിച്ചു പോയതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല മാർക്കോയുടെ രക്തം കണ്ടിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ രക്തമാണിതെന്ന് പറഞ്ഞ് അമ്മ ആകെ സങ്കടപ്പെടുന്നുണ്ട്. ശേഷം ആ വേലുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് മാർക്കോയെ കാണാനായിട്ട് വരുന്നു. പക്ഷേ ലോപ്പസും മറ്റാളുകളും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആരും തന്നെ ദേവി മുത്തശ്ശിയെ കാണുന്നില്ല. അദൃശ്യമായിട്ട് അകത്തേക്ക് കയറി വന്ന് മാർക്കോയെ കാണുന്നു. ആ സമയത്തും മാർക്കോയുടെ ജീവൻ ഏത് നിമിഷവും നഷ്ടമാകുമെന്നുള്ളൊരവസ്ഥയിൽ കിടക്കുവാണ് മാർക്കോ. അത് കണ്ട് ദേവമുത്തശ്ശിയാണെങ്കിൽ ആ വെയിലെടുത്ത് മാർക്കോയുടെ നെഞ്ചത്തേക്ക് തടകുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തെന്നില്ലാത്ത ഒരു അദൃശ്യ ശക്തി മാർക്കോയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തോന്നിക്കുന്നു. ശേഷം മാർക്കോ കണ്ണു തുറക്കുന്നു. കണ്ണു തുറന്ന് നോക്കുന്നതും ദേവി മുത്തശ്ശിയെ കണ്ട് മാർക്കോയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഈ വേൽ നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ മോനോട് മുമ്പേ പറഞ്ഞിരുന്നില്ലേ. എനിക്ക് മനസ്സിലായി, അപകടം പറ്റിയപ്പോൾ കയ്യിൽ നിന്ന് പോയതായിരിക്കും. പക്ഷേ ഈ വേൽ നഷ്ടപ്പെടുത്തരുത്. ഇത് മോൻ്റെ തലാണയുടെ അടുക്കി വെച്ചേക്കാം. പോകുമ്പോഴത്തേക്കും ഇതെടുത്തുകൊണ്ട് പോകാൻ മറക്കരുത്. മോൻ സാധാരണ ഒരു മനുഷ്യനല്ല. മോന് ചില കഴിവുകളുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിയോഗം മോനുണ്ടെന്ന് ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ശേഷം കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് മുത്തശ്ശിയാണെങ്കിൽ ആരോരും അറിയാതെ പുറത്തേക്ക് വരുന്ന സമയം കണ്ണനും അതുപോലെ ലോപ്പസും ഒക്കെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നു. ലോപ്പസിനെ നോക്കി മുത്തശ്ശി പറയുന്നു, മോൻ വിഷമിക്കേണ്ട, മോൻ്റെ കൂട്ടുകാരൻ അധികം താമസിക്കാതെ സുഖം പ്രാപിച്ച് വരും കേട്ടോ എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും കണ്ണനാണെങ്കിൽ വീൽചെയറി നിരാശനായിട്ട് വരുന്നുണ്ട്. കണ്ണനും നമ്മുടെ മുത്തശ്ശി കാണുന്നില്ലായിരുന്നു. കണ്ണനെ നോക്കി സ്നേഹത്തോടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ദേവി മുത്തശ്ശി. എങ്കിൽ പോലും കണ്ണനും ഇപ്പോൾ ദർശനം കൊടുക്കുന്നില്ല. കാരണം മഹാലക്ഷ്മി മാത്രമായിട്ടോ അല്ലെങ്കിൽ കണ്ണന് മാത്രമായിട്ടോ അങ്ങനെയൊക്കെ ദർശനം കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് പേര് ഹോസ്പിറ്റലിലും ഉണ്ട്. അതുപോലെ കണ്ണനും നിരാശനാണ്. തൽക്കാലം ദർശനം കൊടുക്കണ്ട, മാർക്കോ സുഖം പ്രാപിച്ചു വരുന്നത് നേരി കണ്ട് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് ദേവി മുത്തശ്ശി ലോപ്പസിനോട് പറഞ്ഞതുപോലെ കണ്ണനോടും പറയുന്നു, മോൻ വിഷമിക്കേണ്ട, മോൻ്റെ സുഹൃത്ത് അധികം താമസിക്കാതെ സുഖം പ്രാപിച്ചു വരും. എന്തൊക്കെ പറഞ്ഞാലും പ്രാർത്ഥനകളെല്ലാം വിഫലമായില്ലെന്ന് തന്നെ പറയാം. മഹാലക്ഷ്മി മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിനും ശയന പ്രദക്ഷിണം ചെയ്ത് കണ്ണൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിനും ഒക്കെ ഫലം കണ്ടു. നമ്മുടെ മാർക്കോയ്ക്ക് യാതൊരു ആപത്തും സംഭവിക്കാതെ കൊണ്ടുവരുന്നുണ്ട് ഡോക്ടറാണെങ്കിൽ ചെക്കപ്പിന് പോകുമ്പോഴത്തേക്കും മാർക്കോ സുഖം പ്രാപിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം പ്രതീക്ഷിച്ചതേയില്ല. ഏത് നിമിഷവും മരണം കാത്തു നിൽക്കുന്ന ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് ഇങ്ങനെ റിക്കവറായിട്ട് വന്നതിൻ്റെ ഷോക്കിലാണ് ഡോക്ടറും. അങ്ങനെ ഡോക്ടറെ വീൽ ചെയറിലാക്കിയിട്ട് മാർക്കോയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പം ലോപ്പസും കണ്ണനും മാർക്കോയെ നോക്കി ചിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമായി. മാർക്കോയ്ക്ക് യാതൊരു ആപത്തും സംഭവിക്കാതെ തിരികെ കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് അവർ. അതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി കണ്ണേട്ടനെയൊക്കെ കണ്ട് തിരിച്ച് അനന്തുവിൻ്റെ ലേഖയുടെയും വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ നമ്മുടെ മഞ്ജു ഉണ്ട്. അപ്പം ലേഖ ചോദിക്കുന്നുണ്ട്, മാർക്കോയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, അവൻ ഓക്കെ ആയി വരുന്നോ? ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞത്. ഏതൊരാപത്തിനും ഞങ്ങളെ സഹായിക്കാൻ ഓടി വരുന്ന ഒരു നല്ല മനസ്സുള്ളൊരു മനുഷ്യനാ മാർക്കോ. അവനൊരു ആപത്തും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ലേഖ പറയുന്നു, നീ വിഷമിക്കേണ്ട മഹി, ദൈവം എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അപ്പം മഞ്ജുവും പറയുന്നു, അത് തന്നെ ഏട്ടത്തി ഞാനും പറയുന്നത്. മാർക്കോ ഒരു സാധാരണ മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തൊക്കെയോ ഒരു ശക്തിയും കഴിവും ഉള്ള മനുഷ്യനായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പല അപകടഘട്ടങ്ങളിലും നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്ത് രക്ഷകനായിട്ട് മാർക്കോ അവിടെ എത്താറുണ്ട്. അതുകൊണ്ട് ഇത്തവണ മാർക്കോയെ ദൈവങ്ങൾ തന്നെ രക്ഷിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതേസമയം ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണനാണെങ്കിൽ നമ്മുടെ മഹിയെ വിളിക്കുന്നു. താൻ വിഷമിക്കേണ്ടെന്നും മാർക്കോ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. മാർക്കോ ഓക്കെയായി വന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന ലോപ്പസിനെയും കണ്ണനെയും ഞെട്ടിച്ചുകൊണ്ട് അപകടത്തിൽ പരിക്കേറ്റ് കിടന്ന ആ മേഘനെ കുറച്ച് ആളുകൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരുപാട് ബ്ലീഡിംഗ് ആയി ഒരു വല്ലാത്ത കണ്ടീഷനിലാണ് ഇപ്പം മേഘനെ കൊണ്ടുവന്നിരിക്കുന്നത്. പാറക്കല്ല് കൊണ്ടുള്ള അടിയായതുകൊണ്ട് തന്നെ തലയ്ക്ക് നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട്. രക്ഷപ്പെട്ടാൽ പോലും പെട്ടെന്നൊന്നും ഓർമ്മശക്തി തിരിച്ചു കിട്ടുമെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പുള്ളി. അങ്ങനെ മേഘനെ കണ്ട് കണ്ണനും ലോപ്പസും ആകെ ടെൻഷനാകുന്നു. അവനിപ്പം ബോധമില്ല. ബോധം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് വീൽ ചെയറിൻ്റെ ആവശ്യമില്ല, ഞാൻ നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം അവനായിട്ട് തന്നെ ശത്രുക്കളെ അറിയിക്കും. അവൻ ബോധം വരുന്നത് വരെ മാത്രമേ നമ്മുടെ ഈ ഒളിച്ചുകളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ലോപ്പസ് പറയുന്നു,
സാറ് വിഷമിക്കണ്ട. അവന് പെട്ടെന്നൊന്നും ബോധം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ആ കിടപ്പ് കണ്ടാൽ അറിയാമല്ലോ. മാത്രമല്ല തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുമില്ല. ഒരുപാട് ബ്ലീഡിങ് ആയതിനു ശേഷമല്ലേ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അവൻ റിക്കവറായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കണ്ണനെ സമാധാനിപ്പിക്കുന്നു.